കുണ്ടറയിൽ മരിച്ച പെൺകുട്ടി ഒരു വർഷത്തോളം ലൈംഗിക പീഡനത്തിന് ഇരയായതായി റിമാൻഡ് റിപ്പോർട്ട്. മൂത്ത കുട്ടിയും അമ്മയും മുത്തശ്ശിയും പ്രതിക്കെതിരെ മൊഴി നൽകി. കുട്ടിയുടെ ശരീരത്തിൽ രഹസ്യഭാഗത്തിൽ ഉൾപ്പെടെ 22 മുറിവുകളാണ്. റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. പെൺകുട്ടിയെ മാനസികമായും ശാരീരികമായും പ്രതി പീഡിപ്പിച്ചു. ഒരു വർഷത്തോളം സ്വന്തം വീട്ടിൽ വെച്ചും മകളുടെ വീട്ടിൽ വെച്ചുമായിരുന്നു പീഡിപ്പിച്ചു പോന്നിരുന്നത്. പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനും പ്രതി 10 വയസ്സുകാരിയെ വിധേയമാക്കി. പെൺകുട്ടിയുടെ ശരീരത്തിൽ ഇതിനെ തുടർന്ന് മുറിവുകളും ക്ഷതങ്ങളും ഉണ്ടായി. നിരന്തരം പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളില്ലെന്ന് ചിന്തിച്ച പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നതിന് തലേദിവസവും പ്രതി പീഡനത്തിന് വിധേയമാക്കിയതായും പറയുന്നു. അന്വേഷണത്തിന്റെ തുടക്കത്തിലെ പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചന പോലീസിനുണ്ടായിരുന്നു. തുടക്കത്തിൽ കേസന്വേഷണത്തോട് സഹകരിക്കാത്ത പ്രതി തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിച്ചു. പെൺകുട്ടിയുടെ സഹോദരിയും അമ്മയും അമ്മൂമ്മയും കേസിൽ പ്രതിക്കെതിരെ മൊഴി നൽകി. ഈ മൊഴികളാണ് പ്രതിയെ കുടുക്കാൻ പോലീസിനെ സഹായിച്ചത്. കുട്ടികൾക്കെതിരെ ലൈംഗിക അതിക്രമം, പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം, ആത്മഹത്യാ പ്രേരണ അടക്കമുള്ള കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി കൃഷ്ണകുമാറിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് 14 ദിവസത്തേക്കാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത്. അതേസമയം റിമാൻഡ് റിപ്പോർട്ടിൽ ലൈംഗിക അതിക്രമം എന്ന് ചേർത്തത് പോസ്കോ ആക്ട് പ്രകാരമുള്ള നിർദ്ദേശമനുസരിച്ചാണെന്ന് ഡിവൈഎസ്പി കൃഷ്ണകുമാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ.